LDC സിലബസ് വൈസ് ക്ലാസ് റാങ്ക് ഫയൽ കംപ്ലീഷൻ കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹൃദയത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയമാണ്. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. അർബുദം ബാധിക്കാത്ത ശരീരഭാഗമാണ് ഹൃദയം. മനുഷ്യനിൽ ആദ്യം വളരുന്ന അവയവവും ഹൃദയം തന്നെ. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. ഒരു മനുഷ്യ ഹൃദയത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് 250 ഗ്രാം മുതൽ 300 ഗ്രാം വരെയാണ്. ഹൃദയത്തിൻ്റെ ധർമ്മം ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുക എന്നതാണ്. ഹൃദയത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് ഉള്ള ആവരണമാണ് പെരികാർഡിയം. പെരികാർഡിയത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് പെരികാർഡിയൽ ദ്രവം. പെരികാർഡിയൽ ധർമ്മം ഹൃദയത്തെ വാഗിശതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. ഹൃദയത്തിൻ്റെ വികാസ സമയത്ത് സ്ഥലങ്ങൾക്കിടയിൽ മനുഷ്യ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം 4. 2 ഓറിക്കിൾ അഥവാ ഏട്രിയം, 2 വെൻട്രിക്കിളുമാണ് ഉള്ളത്. മനുഷ്യഹൃദയത്തിൻ്റെ മുകളിലത്തെ 2 അറകളാണ് ഏട്രിയങ്ങളും ഓറിക്കിളും. മനുഷ്യഹൃദയത്തിലെ താഴത്തെ 2 അറകളാണ് വെൻട്രിക്കിൾ. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഹൃദയപേശി. ഹൃദയത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് സൈനോ ഏട്രിയൽ നോഡ് അഥവാ SA നോഡ്. വൈദ്യുത സ്പന്ദനങ്ങൾക്കനുസരിച്ച് ഒരുപോലെ സ്പന്ദിക്കാൻ ഹൃദയത്തെ സഹായിക്കുന്നത് മയോകാർഡിയം. ചില ജീവികളുടെ ഹൃദയാറകളുടെ എണ്ണങ്ങൾ പരിശോധിക്കാം. മത്സ്യത്തിൻ്റെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം 2, ഉരകങ്ങളിൽ 3, ഉഭയജീവികളിൽ 3, പല്ലിയിൽ 3, പക്ഷികളിൽ 4, സസ്തനികളിൽ 4, മുതല 4, പാറ്റ 13. ഓരോ തവണ ഹൃദയം സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന അധികം രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. ഹൃദയം പൂർണ്ണമായും വികസിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ. ഹൃദയത്തിൻ്റെ പ്രവർത്തനം. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായ ഭാഗമാണ് സൈനോ ഏട്രിയൽ നോഡ്. സൈനോ ഏട്രിയൽ നോഡിൻ്റെ സ്ഥാനം വലത് ഏട്രിയത്തിൻ്റെ ഭിത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു വൈദ്യുത സെൽ പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ ഭാഗം ഫേസ് മേക്കർ എന്നറിയപ്പെടുന്നു. ഹൃദയ അറകൾ: ഇടത് ഏട്രിയം, വലത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ, വലത് വെൻട്രിക്കിൾ. കൃത്രിമ പേസ് മേക്കർ കണ്ടെത്തിയത് വിൽസൺ ഗ്രേറ്റ് വാച്ച്, അമേരിക്കക്കാരനാണ്. കൃത്രിമ പേസ് മേക്കർ ശസ്ത്രക്രിയ നടന്നു വരുന്നത് 1960 മുതലാണ്. കൃത്രിമ പേസ് മേക്കറിൻ്റെ ഭാഗങ്ങൾ: പൾസ് ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകളെ ഹൃദയത്തിലെത്തിക്കുവാനുള്ള സംവിധാനം. ഇവയൊക്കെയാണ് പേസ് മേക്കറിൻ്റെ ഭാഗങ്ങൾ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയ രക്തമെത്തുന്ന ഹൃദയഭാഗമാണ് വലത് ഏട്രിയം. ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിരകൾ വഴി ഓക്സിജൻ്റെ അളവ് കൂടിയ രക്തമെത്തുന്ന ഹൃദയഭാഗമാണ് ഇടത് ഏട്രിയം. തുടർന്ന് ഏട്രിയങ്ങൾ സങ്കോചിക്കുന്നു. ഏട്രിയം സങ്കോചിക്കുമ്പോൾ രക്തം പ്രവേശിക്കുന്നത് വലത് ഏട്രിയത്തിൽ നിന്നും വലത് വെൻട്രിക്കിളിലേക്കും ഇടത് ഏട്രിയത്തിൽ നിന്ന് ഇടത് വെൻട്രിക്കിളിലേക്കും പ്രവേശിക്കുന്നു. ഏട്രിയങ്ങൾക്കും വെൻട്രിക്കിളുകൾക്കും ഇടയിലുള്ള രക്തപ്രവാഹം നിയന്ത്രിക്കുന്ന കാസ്പീഡ് വാൽവുകൾ. വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ രക്തം തിരികെ ഏട്രിയത്തിൽ പ്രവേശിക്കുന്നതെന്ന് തടയുന്നത് ബൈകസ്പീഡ് വാൽവ് അഥവാ മിട്രൽ വാൽവ്. ട്രൈകസ്പീഡ് വാൽവ്. ബൈകസ്പീഡ് വാൽവിൻ്റെ സ്ഥാനം ഇടത് ഏട്രിയത്തിൻ്റെയും ഇടത് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ. ട്രൈകസ്പീഡ് വാൽവിൻ്റെ സ്ഥാനം വലത് ഏട്രിയത്തിൻ്റെയും വലത് വെൻട്രിക്കിളിൻ്റെ ഇടയിൽ. വെൻട്രിക്കിളുകൾ സങ്കോചിക്കുമ്പോൾ രക്തം പ്രവേശിക്കുന്ന രക്തക്കുഴലുകൾ. രക്തം വലത് വെൻട്രിക്കിളിൽ നിന്നും പൾമണറി ആർട്ടറിയിലേക്കും ഇടത് വെൻട്രിക്കിളിൽ നിന്ന് അയോർട്ടയിലേക്കും പ്രവേശിക്കുന്നു. രക്തക്കുഴലുകളിൽ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കുള്ള രക്ത ഒഴുക്ക് തടയുന്ന വാൽവ് സെമി ലൂണാർ വാൽവ്. കോശങ്ങൾക്കെല്ലാം ഓക്സിജൻ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നതും രക്തം. ശ്വാസകോശത്തിൽ വെച്ച് ഓക്സിജൻ സ്വീകരിക്കപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുതള്ളുകയും ചെയ്യുന്നു.